മൂവാറ്റുപുഴ ടൗൺ ക്ലബിന്റെ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങൾ ഹോട്ടൽ കബനി പാലസിൽ നടന്നു. പ്രസിഡന്റ് യെൽദോ ബാബു വട്ടക്കാവിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ MP ഡീൻ കുര്യാക്കോസ് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. 2024 പ്രത്യാശയുടെ വർഷമാണ്. നമുക്ക് ഒരുപാട് നല്ല നല്ല സാധ്യതകൾ മൂവാറ്റുപുഴയെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ അതിനെ ഇങ്ങനെ കാണുന്ന ഒരാളാണ്. ഞാനൊരു പാർലമെന്റ് അംഗം എന്നുള്ളത് 5 വർഷം തിരിക്കുമ്പോൾ എൽദോ പറഞ്ഞു വെച്ചതുകൊണ്ടും ഒരു പൊതുവായ വിഷയമായതുകൊണ്ടും എൻ്റെ അഭിപ്രായം ഞാനിവിടെ രേഖപ്പെടുത്തിയാണ്. 10-30 വർഷത്തിന് മുൻപ് ആരംഭിച്ച പദ്ധതിയായിരുന്നു കടാതി കാരകുന്നം ബൈപ്പാസിന്റെ. ഇന്നിപ്പോൾ 100% യാഥാർത്ഥ്യമാകുമെന്ന് ഉറപ്പായിരുന്നു. നാളുകളിൽ എന്ത് സംഭവിച്ചാലും പദ്ധതി മുന്നോട്ട് തന്നെയാണ്. എന്ന് പറഞ്ഞ പോലെ കോതമംഗലം ബൈപ്പാസ് 100% യാഥാർത്ഥ്യമാണ്. അപ്പോ ഒരു ചെറിയതായ ഒരു കാര്യമല്ല. പിന്നീട് ഈ കൊച്ചി മൂന്നാർ ദേശീയപാത അതിന്റെ നവീകരണ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ അതിന്റെ പ്രശ്ന പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടുണ്ട്. അത് പരിഹരിക്കാൻ വേണ്ടി പരമാവധി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പരിഹരിക്കപ്പെടും എന്നുള്ള ഒരു വിശ്വാസത്തിലുമാണ് ഉള്ളത്. പക്ഷെ ആ പദ്ധതി നമുക്ക് അനുവദിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞത് ചെറിയൊരു നേട്ടമല്ല. കേരളത്തിലെ 20 പാർലമെന്റ് മെമ്പർമാരിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് കൊണ്ടുപോകുന്നതും പദ്ധതി പ്രഖ്യാപിച്ചതുമായ ആ MP എന്ന് പറയുന്നത് ഇടുക്കി MP ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യം. അത് എല്ലാവരും കൈയടിച്ച്, ചെറുതാണെങ്കിലും സദസ് കൈയടിച്ച് അനുവദിക്കുന്ന കാര്യമാണ്. കാരണം ഫോളോ അപ്പ് ആണ് പ്രത്യേകിച്ച് നമ്മുടെ സർക്കാർ ഡിപ്പാർട്ട്മെന്റുകളിൽ അറിയില്ലാത്തൊരു കാര്യം. ഫോളോ അപ്പ് ജനപ്രതിനിധികളായാലും ഉദ്യോഗസ്ഥന്മാരായാലും ഫോളോ അപ്പുകൾ ഉണ്ടാവില്ല. പ്രഖ്യാപനം നടക്കും, അതിന് കുറെ ഇറക്കാൻ പലപ്പോഴും സമയം കിട്ടാറില്ല. പക്ഷെ ഇടുക്കി പോലെ ഹെലികോപ്റ്റർ നോർത്ത് ഇന്ത്യയിലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഡീൻ കുര്യാക്കോസ് MPക്ക് 2 ഹെലികോപ്റ്റർ ഉണ്ടായാലേ. സെക്രട്ടറി ജിൽജി പോൾ, JCI മൂവാറ്റുപുഴ റിവർ വാലി പ്രസിഡന്റ് ഫെലിക്സ് CK വർഗീസ്, മുൻ പ്രസിഡന്റുമാരായ ഡോക്ടർ പ്രൊഫസർ ജോസുകുട്ടി ഒഴുകയിൽ, സാബു ജോൺ, ബിജു നാരായണൻ, വൈസ് പ്രസിഡന്റ് യൂസഫ് അൻസാരി തുടങ്ങിയവർ പ്രസംഗിച്ചു. യോഗത്തിൽ മൂവാറ്റുപുഴയുടെ വിവിധങ്ങളായ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച നടന്നു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ TV.